ഹായ്, ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്ത മേനെ പ്യാർ കിയ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ ഹൃദ് ഹാരൂൺ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പോരാതെ അസ്കർ അലി, മിതുട്ടി, അർജുൻ സുന്ദരേശൻ, ജിയോ ബേബി, ശ്രീകാന്ത് വെട്ടിയാർ, പിന്നെ അഭിമന്യു സജീവ്, തൃക്കണ്ണൻ, ബിബിൻ പെരുമ്പിള്ളി, കൂടാതെ നമ്മുടെ ഗസ്റ്റ് റോളിലായിട്ട് നമ്മുടെ ആന്റണി വർഗീസ്, നമ്മുടെ പെപ്പെ കൂടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ തുടക്കം വരുന്നത് തന്നെ ഒരു ചെറിയൊരു ഗാങ്സ്റ്റർ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഒരു 3 പിള്ളേർ വന്നിട്ട് തമിഴ്നാട്ടിലോട്ട് വരുന്നു. അവിടെ വെച്ചിട്ടുണ്ടാവുന്ന ഒരു സംഘർഷമാണ് ഫസ്റ്റില് കാണിക്കുന്നത്. അത് കഴിഞ്ഞ കൂടെ നമ്മുടെ നായക കഥാപാത്രത്തിലോട്ട് വരികയാണ്. നായക കഥാപാത്രം എന്ന് പറഞ്ഞാല് ഒരു ഹാപ്പി ജേണിയായിട്ട്, ഹാപ്പി എന്താ പറയുക, നല്ല രസകരമായിട്ട് നടന്നു പോകുന്ന ഒരു സമയത്ത് അവനൊരു കോളേജിലെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ പഠിച്ചിരുന്നത് കോളേജിലെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ നായികയെ അവിടെ വെച്ച് കാണുന്നത്. നായികയാണെങ്കിൽ ഒരു തമിഴത്തിയാണ്. അങ്ങനെ അവനക്ക് അവളോടൊരു ക്രഷ് വരുന്നു. അവന്റെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്നു. അവരുടെ കൂട്ടുകാർ പറയുന്നത്, നീ അവളെ പോയി വളർക്കാതെ നിനക്കുള്ളതാണെന്ന് പറയുന്നു. അങ്ങനെ ഇവൻ അവളെ വളർക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളാണ് ഈ സിനിമ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ബാക്കിൽ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ തന്നെ ഒരു ഗാങ്സ്റ്റർ മൂവിയുടെ ഒരു സാധനം ഫസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് വീണ്ടും വരുന്നുണ്ട്. അപ്പോ ഇവളെ എന്താ പറയാ, ഇവളുടെ പിന്നാലെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അതിലുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിലിടക്ക് നടക്കുന്നുണ്ട്. ഇതിലിടക്ക് ഇവർ രണ്ടുപേരും വിഷം കുടിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഷം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പിന്നെ എന്താ പറയാ, കുറച്ച് അകൽച്ചയും കാര്യങ്ങളൊക്കെ വരുന്നു. അതിലിടക്ക് കുറച്ച് പ്രണയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു എന്താ പറയാ, ഡെത്ത് ഫീലിങ്സ് ഒന്നും ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു പടത്തിന്റെ പേര് മേനെ പ്യാർ കിയ അത് പറഞ്ഞപ്പോ ആ ഒരു പേരിൽ നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഒക്കെ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി ഈ സിനിമയിൽ ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലെ നായിക കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അടച്ച് വളർത്തിയിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്. അതായത് സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി നടക്കുന്ന ഒരു പെങ്കൊച്ചായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അടച്ച് വളർത്തിയ ആ ഒരു ഫീലിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു സംഘർഷത്തിനൊടുവിൽ ഇവർ പുറത്തു വരുന്നുണ്ട്, ഈ പെങ്കുച്ചി പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഇവർ മിസ്സായി പോകുന്നുണ്ട്. അതായത് ഈ നായിക കഥാപാത്രം ഈ നാട്ടിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവളെ അന്വേഷിച്ച് കണ്ടുവെത്താൻ വേണ്ടിയിട്ട് നായകൻ തിരിച്ച് ചെന്നൈയിലോട്ട് പോകുന്നു. നായകനെ ഒരു കൂട്ടിനായിട്ട് ഇവന്റെ നായകന്റെ ഫ്രണ്ട്സുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ചെറിയ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ സിനിമയിൽ മറ്റുള്ള ഈ ലവ് സ്റ്റോറിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നീട് വരുന്ന ഒരു അരമണിക്കൂറിന്റെ അടുത്ത് വരുന്ന കുറച്ച് സീക്വൻസുകളൊക്കെയാണ് കണ്ടിരിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നായകനൊക്കെ അവൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ ഇങ്ങനെ ഓവറാക്കി, ചളമാക്കി, കുളമാക്കി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. കാരണം അവനോട് ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുള്ള 2 പടങ്ങൾ കണ്ട സമയത്താണെങ്കിലും ഇവൻ കൊള്ളാം, ഇവനൊന്ന് സെറ്റായി വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ ആ ഒരു വിചാരം പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സിനിമയിൽ കുറെ നമ്മുടെ യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അതായത് യൂട്യൂബിലൊക്കെ ഉള്ള ഒരുപാട് വ്യക്തികളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ആൾക്കാരൊക്കെ യൂട്യൂബിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഈ സിനിമയിലും ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുള്ള റോളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്കും നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചുമ്മാ വന്നു പോകുന്ന രീതിയിലല്ല, അത്യാവശ്യമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ തന്നെയാണ് അവർക്കും കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട്. മേനെ പ്യാർ കിയ എന്ന് പറയുന്ന ആ ഒരു ലവ് സ്റ്റോറിയിൽ നിന്നും മാറിയിട്ട് ഇതൊരു ഗ്യാങ് സ്റ്റോറിയിലോട്ട് പോവുകയാണ്. ലാസ്റ്റ് സമയത്തൊക്കെ ആള് മാറിയിട്ടുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റിലൊരു 3 പിള്ളേരാണ് ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരാന്ന് വിചാരിച്ചിട്ട് ഇവന്മാരെ അവിടുത്തെ വില്ലന്മാരെ ആക്രമിക്കുന്നുണ്ട്. അവരെ തിരിച്ചു കൊടുക്കുന്ന സീനുകളൊക്കെ നല്ല രസമുള്ള ഒരു സീനുകളാണ് കേട്ടോ. പിന്നെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു പയ്യൻ വരുന്നുണ്ട്. അവന്റെ ലുക്കും കാര്യങ്ങളൊക്കെ പൊളിയാണ്. പക്ഷെ അവനക്കും ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തില്ല. ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഗസ്റ്റ് റോളിലുള്ള പെപ്പെ വരുന്നത്. പെപ്പെ നമ്മുടെ അങ്കമാലിക്കാരൻ എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് പെപ്പയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നമ്മുടെ അങ്കമാലിയിൽ നിന്നും കൊണ്ടുവന്ന പിള്ളേരെ ആണ് എന്ന് പറയുന്നുണ്ട് ഈ സിനിമയിൽ. അവരുടെ റോളും വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു എന്താ പറയാ,
നമ്മൾ ഒരു അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു എനർജി ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എനർജി ഒന്നും ആ ഒരു നമുക്ക് കിട്ടിയില്ല. അതായത് എനിക്ക് കിട്ടിയില്ല. ഞാൻ കണ്ടു എന്നല്ലാതെ എനിക്ക് കൊള്ളാം എന്ന് പറയാവുന്ന രീതി ഇല്ല. പിന്നെ അതിലെ പിള്ളേരുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് കുറച്ചുകൂടി ഒന്ന് ആ ലൈറ്റിങ്ങും ആ ഫൈറ്റിന്റെ ആ ഒരു രസങ്ങളൊക്കെ ഒന്ന് കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബാക്കിയൊക്കെ പോരാൻ തന്നെ പറയേണ്ടി വരും. അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഈ പടം ജസ്റ്റ് കാണാം, ഒരു വൺ ടൈം മൂവി ആയിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുള്ളോ കാണാന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ സിനിമയിൽ ഒന്നും പ്രത്യേകിച്ചില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളാരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയാണ് കേട്ടോ मैंने प्यार किया എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കമന്റ് ആയിട്ട് അറിയണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഓക്കെ, ബൈ.